വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്ഭുതങ്ങളാണോ മുറിവുകളാണോ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ അവശേഷിപ്പുകളായിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കുന്നത്? തീർച്ചയായും മുറിവുകൾ തന്നെയാണ്. യേശുക്രിസ്തുവിനോടൊപ്പം 3 വർഷക്കാലം യാത്ര ചെയ്ത ശിഷ്യന്മാർ എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടു. പക്ഷേ അവരുടെ വിശ്വാസം അവിടെയെല്ലാം വൈകാരികമോ യുക്തിപരമോ നൈമിഷികമോ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അവരുടെ വിശ്വാസം ആഴപ്പെടുന്നത് യേശുവിൻ്റെ മുറിവുകളിൽ സ്പർശിച്ചതിന് ശേഷമാണ്. നമ്മൾ പാടുന്ന പോലെ ഗുരുവരനുടെ തിരുമുറിവുകളിൽ സ്പർശന ഭാഗ്യത്താൽ തോമാശ്ലീഹ വിശ്വാസം കൈക്കൊണ്ടു. തോമാശ്ലീഹ മാത്രമല്ല കേട്ടോ, എല്ലാ ശിഷ്യന്മാരും യഥാർത്ഥത്തിൽ വിശ്വാസികളായത് ഈ മുറിവുകൾ കണ്ടതിന് ശേഷമാണ്. ഓർത്തു വെക്കണം, മുറിവുകളുടെ സാധ്യത അനന്തമാണ്, അതിന് ആഴമുള്ളതാണ്. എല്ലാ മുറിവുകൾക്കും ആഴമുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. മുറിവുകളാണ് വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. മുറിവുകളെ പോലെ സ്നേഹത്തിൻ്റെ പ്രതിഫലനം മറ്റൊന്നില്ല, സ്നേഹത്തിൻ്റെ അടയാളം മറ്റൊന്നില്ല. എല്ലാ നമ്മുടെ മുറിവുകളും യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവുകളോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്. അത് ആയിത്തീരുമ്പോൾ നമ്മുടെ മുറിവുകളും തിരുമുറിവുകളായി മാറും. അതിനും അർത്ഥവും ആഴവും വ്യാപ്തിയും ഉണ്ടാകും. ദൈവം അനുഗ്രഹിക്കും.